ഹലോ ഗൈസ്, വെൽക്കം ടു ഗെയിമർ തിങ്സ്. നമ്മളിപ്പോൾ ഇന്ന് നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയുടെ മോഡ് ഫയൽ ഉണ്ടാക്കണമെന്നാണ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത്, അതായത് ഓടിച്ചിടാനായിട്ട് തോന്നും. കാരണം കുറേ കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് ഞാൻ പറയുന്നുണ്ട്. ചെയ്യുന്നതിനൊക്കെ കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട്. കാരണം ഇത് മാക്സിമം എറർ ഇല്ലാതെ പോകാനായിട്ടാണ്. നിങ്ങൾക്ക് ചെയ്യുമ്പോൾ പല എററുകളും കാണിക്കും. അപ്പോൾ അത്തരം എററുകളൊന്നും ഇല്ലാണ്ട് പോകാനായിട്ടാണ് ഞാൻ മാക്സിമം ഇതിങ്ങനെ ലെങ്തി ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയണത്. അപ്പോൾ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ തന്നെ പോവുക. നിങ്ങൾ ഒരു ചെറിയ പോർഷൻ കൂടി മിസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു വലിയ എററായിട്ടത് മാറും. പിന്നെ അതങ്ങനെ ചോദിച്ചുകൊണ്ട് തന്നെ എനിക്ക് എപ്പോഴും കമൻറ്റ് ബോക്സിൽ അങ്ങനെ കമൻറ്റ് ഇടാനായിട്ട് പറ്റിയൊന്നുമില്ല. അപ്പോൾ മാക്സിമം നിങ്ങൾ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് തന്നെ വാച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യാനായിട്ടുള്ള സ്പെക്ക് എന്ന് പറയുമ്പോൾ ഒരു കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഒരു 2-4 GB റാമുള്ള, അതായത് മിനിമം ഒരു 2-4 GB റാം റേഞ്ചിൻ്റെ അകത്ത് തന്നെ ഒരു കമ്പ്യൂട്ടർ. പിന്നെ ഞാനിത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 500 ഒരു ഇൻറ്റൽ പെൻറ്റിയം G3240 എന്ന് പറഞ്ഞൊരു പ്രൊസസ്സറിലാണ്. അപ്പോൾ പ്രൊസസ്സർ അധികം വലിയതൊന്നും വേണ്ട. അപ്പോൾ മെയിനായിട്ട് കമ്പ്യൂട്ടറിൻ്റെ കേസ്, അതായത് കമ്പ്യൂട്ടറിൻ്റെ മെയിൻ സ്പെക്ക് എന്ന് പറയുമ്പോൾ റാമും പ്രൊസസ്സറുമാണ് ഈ കേസിൻ്റെ അകത്ത് വന്നത്. പിന്നെ ബ്ലെൻഡറാണ് ഞാൻ ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നത്. 3ds Max ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അത് തന്നെ കണ്ടിന്യൂ ചെയ്യാം. പിന്നെ ഞാനിതിൻ്റെ അത് മോഡൽ എങ്ങനെ ചെയ്യണമെന്നുള്ള കേസ് പറയില്ല. കാരണം ബ്ലെൻഡർ ഒരുപാട് മോഡൽ ചെയ്യണതിൻ്റെ മോഡലിങ്ങിൻ്റെ ട്യൂട്ടോറിയൽസ് ഉണ്ട്. അപ്പോൾ ട്യൂട്ടോറിയൽസ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ മെയിനായിട്ട് ഈ വണ്ടി ഉണ്ടാക്കണ ട്യൂട്ടോറിയൽസ് എടുക്കാതെ വേറെ എന്താണെങ്കിലും, അതായത് ഒരു വീട് എന്ന് പറയുമ്പോൾ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ആ ബേസിക്കിൽ നിന്ന് നിങ്ങൾ പഠിച്ചു വരിക. ചാടി കയറി വണ്ടി ഉണ്ടാക്കണം എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഒന്നും മനസ്സിലാവാനായിട്ട് പോകല്ല. കാരണം ഈ വണ്ടി ഉണ്ടാക്കുന്നതെല്ലാം ടൈം ലാപ്സ് ആയിട്ട്, അതായത് ഓടിച്ചുവിടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് അവർ ചെയ്യുന്നത്. കാരണം ഇത് 2-3 ദിവസമൊക്കെ എടുക്കുന്ന വർക്കാണ്. അതായത് പ്രൊഫഷണൽസിന് പോലും 2-3 ദിവസം എടുക്കുന്ന വർക്കാണ്. നിങ്ങൾ ചെയ്യുന്നതിന് ഒരു മാസമൊക്കെ എടുക്കും. അപ്പം നിങ്ങൾ മാക്സിമം അത് ചാടിക്കയറി ബസ്സിൻ്റെ മോഡ് ചെയ്യാൻ നിൽക്കാതെ അത്യാവശ്യം ലെവലിൽ നിന്ന് പഠിച്ച് വരിക നിങ്ങൾ. പിന്നെ ഫോണിൻ്റെ അകത്തൊക്കെ മോഡൽ ചെയ്യുന്നുണ്ട്, അത് ചെയ്തതെന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല. അത് നമ്മൾ ബ്ലെൻഡറിലേക്ക് ഇമ്പോർട്ട് ചെയ്തിട്ട് എക്സ്പോർട്ട് ചെയ്യേണ്ട കേസേ ഉള്ളൂ അത്. അപ്പോൾ ബ്ലെൻഡർ ഉപയോഗിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ലോ എൻഡ് ഡിവൈസുകളിൽ നല്ലോണം സപ്പോർട്ടാവും. അതായത് നല്ല കമ്പ്യൂട്ടർ ഞാൻ ഈ പറഞ്ഞ 2 GB എടുക്കണമെന്നുണ്ടെങ്കിൽ ബ്ലെൻഡർ തന്നെ വേണം. കാരണം 3ds Max എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 GB ടോട്ടൽ ഡൗൺലോഡ് സൈസ് തന്നെ ഉണ്ട്. 8 GB പോരാത്തതിന് അത് ഓൺലൈൻ ഡൗൺലോഡാണ്. അവരുടെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമ്മൾ കമ്പ്യൂട്ടർ നെറ്റായിട്ട് കണക്ട് ചെയ്തിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്യണം. അതപ്പോൾ പലർക്കും പറ്റാത്തൊരു സംഭവമാണ്. കമ്പ്യൂട്ടർ നെറ്റായിട്ട് കണക്ട് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യുന്ന പകുതിക്ക് വെച്ച് എററാവണം, അങ്ങനത്തെ കുറേ വിഷയങ്ങളൊക്കെ വരും. അപ്പോൾ നിങ്ങൾക്ക് ബ്ലെൻഡർ ആകുമ്പോൾ എന്ന് പറയുമ്പോൾ 150 MB ഉള്ളൂ. പക്ഷേ 3ds Maxൻ്റെ ഒപ്പം നിൽക്കുന്ന സോഫ്റ്റ്വെയറാണ്. അപ്പോൾ നല്ല ഇതുണ്ട്, നല്ല ടൂളാണ്, നല്ലൊരു ടൂൾ തന്നെയാണ്. മോഡലിങ്ങിന്, ടെക്സ്ചറിങ്ങിന്, UV അൺറാപ്പിങ്, റെൻഡറിങ് എല്ലാ കേസിനും നല്ല, നമുക്കൊരു മോഡ് ഉണ്ടാക്കാനായിട്ടുള്ള എല്ലാ ടൂളും തന്നെ ബ്ലെൻഡറിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ ബ്ലെൻഡർ 150 MB ഉള്ളൂ. പിന്നെ നിങ്ങൾ ബ്ലെൻഡറിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു കേസും കൂടി ഉണ്ട്. ഇൻ്റലിൻ്റെ പ്രൊസസ്സറാണ് നിങ്ങൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കേസ് മാത്രമേ എനിക്ക് അറിയുള്ളൂ. ഇപ്പോൾ ഇൻ്റലിൻ്റെ ഹാസ്വെൽ ആർക്കിടെക്ചർ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അതായത് ഇൻ്റലിൻ്റെ പ്രൊസസ്സർ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു മെയിൻ ഇതാണ്. അപ്പോൾ ഈ ഹാസ്വെൽ ആർക്കിടെക്ചറിൻ്റെ മുകളിലേക്കുള്ള സപ്പോർട്ട് ഇത് മാത്രമാണ് സപ്പോർട്ടാവുള്ളൂ ബ്ലെൻഡറിൻ്റെ അകത്ത്. ഈ ഹാസ്വെൽ ആർക്കിടെക്ചറോ അതിന് മുകളിലേക്കോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് തന്നെയാണോ നിങ്ങൾ ജസ്റ്റ് പ്രൊസസ്സറിൻ്റെ, അതായത് മൈ കമ്പ്യൂട്ടർ പ്രോപ്പർട്ടീസ് എടുക്കുമ്പോൾ പ്രൊസസ്സറിൻ്റെ കംപ്ലീറ്റ് പേര് കാണിക്കുക. അപ്പോൾ അതൊന്ന് സെർച്ച് ചെയ്ത് ആർക്കിടെക്ചർ ഏതാണെന്ന് നോക്കുക. പിന്നെ ഈ പറഞ്ഞ കൂട്ട് ഗ്രാഫിക്സ് ഡ്രൈവ് മാക്സിമം അപ്ഡേറ്റ് ചെയ്തത്. ഇതൊക്കെ ചെയ്യാൻ അറിയാമെങ്കിൽ മാത്രം ചെയ്യുക. കാരണം ഞാനത് ചെയ്ത് ഒരു പ്രാവശ്യം എനിക്ക് പണി കിട്ടിയതാണ്, ഡെസ്ക് ടോപ്പ് എടുക്കാതൊക്കെ ആയി പോയതാണ്. അപ്പോൾ നിങ്ങളിത് അറിയാവുന്നവരെയും കൊണ്ട് മാത്രം ചെയ്യിക്കുക. അപ്പോൾ ഇനി ഡൗൺലോഡ് ചെയ്യാം നമുക്ക് ഈ ടൂളൊക്കെ. അപ്പോൾ ബ്ലെൻഡർ ഡൗൺലോഡ് ചെയ്യാനായിട്ട് blender.org എന്ന് പറയുന്ന, അതായത് blender.org ഈ വെബ്സൈറ്റ് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ഡൗൺലോഡിൻ്റെ ബട്ടണൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ മെയിൻ വിൻഡോയിലെ ഡൗൺലോഡ് ബട്ടണിൽ നിൽക്കുക. അതിനുശേഷം നമുക്ക് രണ്ടാമത് കാണിക്കുന്നതിൽ ഡൗൺലോഡ് ബട്ടണിൽ നിൽക്കുക. ഇനിയപ്പോൾ അത് ഓട്ടോ ഡൗൺലോഡ് ആയിക്കോളും. 160 MB അടുത്താണ് സംഭവം വന്നത്. ഞാനപ്പോൾ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത്. നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ജസ്റ്റ് നെക്സ്റ്റ് അടിച്ച് വിട്ടേച്ച് ഇത് പ്രൊഡക്റ്റ് ചെയ്യുക, അങ്ങനത്തെ ഒരു കേസും ഇല്ല. കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുള്ളൊരു സോഫ്റ്റ്വെയറാണ്. ഇനിയപ്പോൾ നമ്മൾ അടുത്തായിട്ട് ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയുടെ വെഹിക്കിൾ എഡിറ്റർ ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ BUSSIMulator.id എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോകണം. അവിടെ ചെന്ന് കഴിയുമ്പോൾ മെയിൻ പേജിൻ്റെ അകത്ത് ഇവിടെ റൈറ്റ് സൈഡിലായിട്ട്, അപ്പോൾ നിങ്ങൾ ഈ വെഹിക്കിൾ മോഡ് എടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ അത് BUSSID വെഹിക്കിൾ എഡിറ്റർ എന്നുണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ഇനി നിങ്ങൾ ഈ പേജിൻ്റെ അകത്ത് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് ഡൗൺലോഡ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്, അതും കൂടി ഒന്ന് ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇനി ഇത് ഓട്ടോ ഡൗൺലോഡ് ആയിക്കോളും. 60 MB മാത്രമാണ് ഈ സംഭവം വന്നത്. ഓക്കെ,
അപ്പോൾ നമുക്കിനി ബ്ലെൻഡർ നേരെ ഓപ്പൺ ചെയ്തിട്ട് മോഡൽ ചെയ്യാം. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് ഓടിച്ച് വിടുകയാണ്, ടൈം ലാപ്സ് ആയിട്ട് തന്നെ ഇത് വിടുകയാണ്. ഞാൻ ജസ്റ്റ് സിമ്പിളായിട്ടുള്ളൊരു 3D മോഡലാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇത് നമ്മൾ അടുത്ത ട്യൂട്ടോറിയലോട്ട്, അതായത് ഇതിൻ്റെ അത് ജസ്റ്റ് ഞാൻ അങ്ങനെ ഈ മോഡൽ എടുത്ത് വെഹിക്കിൾ എഡിറ്റർ കയറ്റി ജസ്റ്റ് ഓടിക്കാൻ പാകത്തിനാക്കിയിട്ട് ഫോണിൽ കയറ്റി അങ്ങനെ പ്ലേ ചെയ്യിക്കുക എന്നുള്ള കേസാണ് ഞാൻ ഇതിൻ്റെ അത് നോക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത ട്യൂട്ടോറിയലോട്ട് ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് ഡോർ സെറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് മിറർ സെറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് GPS സെറ്റ് ചെയ്യുന്നത്, ലൈറ്റിൻ്റെ കേസ് എങ്ങനെയാണ്, LED ലൈറ്റൊക്കെ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്, എങ്ങനെയാണ് മീറ്ററിൻ്റെ കേസ്, സ്റ്റീറിങ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അതായത് അനിമേഷൻ തൊട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇനി അടുത്ത വീഡിയോകളിൽ കൂടെ പാർട്ടായിട്ടായിരിക്കും ഞാൻ ചെയ്തു പോകുന്നത്. അപ്പോൾ നിങ്ങൾ മോഡലിങ് ഞാൻ ഓടിച്ചു വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ മോഡൽ ചെയ്ത് കഴിയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ടയറിൻ്റെ സെൻട്രലായിട്ടായിരിക്കും ഇതിൻ്റെ ഒറിജിൻ ഇരിക്കുന്നത്. ഇവിടെ ഒബ്ജക്റ്റീവ് പോയിട്ട് സെറ്റ് ഒറിജിൻ കൊടുക്കുക. അതിൻ്റെ അകത്ത് ഒറിജിൻ ടു ജിയോമെട്രി എന്ന് കൊടുത്ത് കഴിയുമ്പോൾ എല്ലാം ടയറിൻ്റെ എക്സാക്റ്റ് സെൻറ്ററിലേക്ക് തന്നെ വരും. ടയർ പക്ക റൗണ്ട് ഷേപ്പ് ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ റൊട്ടേഷൻ കറക്റ്റ് ഇതിൻ്റെ സെൻറ്ററിൽ വെച്ചായിരിക്കും നടക്കുന്നത്. ഈ ഒറിജിൻ വേറെ എവിടെയെങ്കിലും പോയി ഇരുന്ന് കഴിഞ്ഞാലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മൾ വെഹിക്കിൾ എഡിറ്ററിൻ്റെ അകത്ത് ടയറായിട്ട് അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത് ആ പോയിൻറ്റിനെ ആസ്പദമാക്കിയിരിക്കുക. അതായത് അത് ടയറിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് നീങ്ങിപ്പോയി കഴിഞ്ഞാൽ ഈ ടയർ ആ പോയിൻറ്റിന് ചുറ്റും കിടന്ന് വട്ടം കറങ്ങുന്ന ഒരു അവസ്ഥയായി പോകും. അതുകൊണ്ട് തന്നെ ഈ പോയിൻറ്റ് ടയറിൻ്റെ സെൻറ്ററിലാണെന്ന് ഉറപ്പിക്കുക. ഓക്കെ, അപ്പോൾ ഇത് ശരിയായിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ട കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനൊരു കൊളൈഡർ ക്രിയേറ്റ് ചെയ്യണം. കൊളൈഡർ എന്ന് ചെയ്യുമ്പോൾ ഈ ഗെയിമിൻ്റെ അകത്തേക്ക് ഇത് വന്നു കഴിയുമ്പോൾ നമ്മൾ ഈ കാണുന്ന ബോഡി ഒരിക്കലും നമ്മൾ കൊളൈഡറായിട്ട് ഉപയോഗിക്കരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫിസിക്സ് വേൾഡിൻ്റെ അകത്തേക്ക് വന്നു കഴിയുമ്പോൾ ഇതിൻ്റെ വെർട്ടെക്സ് കൗണ്ട് വളരെയധികം കുറവായിരിക്കണം, എങ്കിലാണ് ഫോണൊക്കെ എടുക്കുകയുള്ളൂ. അല്ലെങ്കിൽ വളരെയധികം ഹാങ് ആവും. നമ്മൾ കാണുന്ന റെൻഡറിങ്ങിനെയൊക്കെ വലിയൊരു ഹെവി ആയിട്ടുള്ളൊരു പ്രോസസ്സിംഗ് ആണ് ഫിസിക്സിന് വന്നത്. കാരണം ഈ വണ്ടി നീങ്ങുന്ന ഓരോ പെർ സെക്കൻഡിൽ കൂടുതൽ, അതായത് ഏകദേശം 50-60 പ്രാവശ്യം ഏതാണ്ടാണ് ഒരു സെക്കൻഡിൻ്റെ അകത്ത്, അതായത് ഫ്രെയിം റേറ്റിനേക്കാൾ കൂടുതലായിരിക്കും നമ്മുടെ ഫിസിക്സ് സ്റ്റെപ്പ് എന്ന് പറയുന്ന ഒരു കേസ് വന്നത്. അപ്പോൾ അത്രയും ഈ സംഭവം നമ്മുടെ ഫിസിക്സിൻ്റെ അത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ മാക്സിമം വെർട്ടെക്സ് കൗണ്ട് കുറയ്ക്കുകയെന്ന് വെച്ചാൽ മാക്സിമം വെർട്ടെക്സ് കൗണ്ട് കുറയ്ക്കണം. അപ്പോൾ ഞാൻ ഈ വണ്ടിക്ക് ചെയ്തേക്കുന്നതെന്ന് വെച്ചാൽ ഒരു ചെറിയ ഷേപ്പാണിത്. അപ്പോൾ ഞാൻ മാക്സിമം വെർട്ടെക്സ് കൗണ്ട് കുറച്ച് ചെയ്തേക്കുന്നുണ്ട്. ഇതിൻ്റെ ഔട്ട്ലൈൻ, അതായത് വണ്ടിയുടെ ഏതൊക്കെ ഭാഗങ്ങളാണ് ഇടിക്കേണ്ടത് എന്നുള്ളൊരു പോയിൻ്റാണ് വന്നത്. പിന്നെ ഇത് മര്യാദക്ക് ചെയ്തില്ലെങ്കിൽ വണ്ടിയുടെ മാസിൻ്റെ ഡിസ്ട്രിബ്യൂഷനൊക്കെ വേറെ വഴിക്ക് പോകും. അവസാനം സെൻറ്റർ ഓഫ് മാസ്, അങ്ങനത്തെ ഗ്രാവിറ്റേഷൻ, ഫിസിക്സിൻ്റെ കാര്യങ്ങളൊന്നും മര്യാദക്ക് വരാതെ വണ്ടി കിടന്ന് ജസ്റ്റ് വണ്ടി എടുക്കുമ്പോൾ തന്നെ ഫ്രണ്ട് പോകുന്നത്, അതല്ലെങ്കിൽ ബ്രേക്ക് ഔട്ടുമ്പോൾ തന്നെ ബാക്ക് പോകുക, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ കയറി വരും. അപ്പോൾ നിങ്ങൾ അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് കൊളൈഡറും കൂടി ഇതിൻ്റെ മേളിൽ കൂടെ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എക്സ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇത് എക്സ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ അകത്ത് ഞാൻ എഡിറ്റ് മോഡിൽ പോയിട്ട് Ctrl+T അടിച്ചിട്ട് ഇത് ട്രയാങ്കുലേറ്റ് ചെയ്യുകയാണ്. അതായത് ഈ ക്വാഡ്സ് എന്ന് പറയുന്നത്, അതായത് ബ്ലെൻഡറിൻ്റെ അത് നമ്മൾ മോഡൽ ചെയ്യുമ്പോൾ മിക്കവാറും തന്നെ വന്നത് ചതുരങ്ങളായിട്ടായിരിക്കും ഈ മോഡൽ ക്രിയേറ്റ് ആവുന്നത്. അപ്പോൾ അത് ഞാൻ ട്രയാങ്കുലേറ്റ് ചെയ്യുകയാണ്, അതായത് ചതുരങ്ങൾ മാറ്റി ത്രികോണങ്ങളാക്കുവാണ്. കാരണം ഗെയിമിൽ വർക്ക് ചെയ്യുന്നത് ത്രികോണങ്ങൾ വെച്ചിട്ടാണ്. അപ്പോൾ ഞാനിത് ത്രികോണങ്ങളാക്കിയേക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതെല്ലാം കൂടി സെലക്ട് ചെയ്തിട്ട് ഇപ്പോൾ ഫയലിൻ്റെ അകത്ത് എക്സ്പോർട്ട് എടുത്തിട്ട് എക്സ്പോർട്ടിൻ്റെ അകത്ത് FBX കൊടുക്കുക. FBX കൊടുത്ത് കഴിയുമ്പോൾ ഇവിടെ സെലക്റ്റഡ് ഒബ്ജക്ട്സ് ഓൺലി, മെഷ് മാത്രം, പിന്നെ Y-ഫോർവേഡ്, ഈ അപ്പ് എന്നുള്ളത് Z അപ്പ് എന്നുള്ളതിലേക്ക് തന്നെ മാറിയിട്ടുണ്ടെന്ന് നോക്കുക. പിന്നെ അപ്ലൈ ട്രാൻസ്ഫോം, ഇത്രയും കൊടുത്തിട്ട് എക്സ്പോർട്ട് ചെയ്യുക. എക്സ്പോർട്ട് ചെയ്യേണ്ടത് നമ്മുടെ വെഹിക്കിൾ എഡിറ്ററിൻ്റെ അകത്തുള്ള വെഹിക്കിൾസ് ഫോൾഡറിൻ്റെ അകത്തുള്ള നമ്മുടെ ക്രിയേറ്റ് ഒരു ഫോൾഡർ, ന്യൂ ഡെമോ എന്ന് പറഞ്ഞൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്തേക്ക് ഞാൻ സേവ് ചെയ്യുകയാണ്. അപ്പോൾ ഇനി വെഹിക്കിൾ എഡിറ്റർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ആ ഫോൾഡർ വന്നേക്കുണ്ടാവും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത്, അതായത് നിങ്ങൾ ഓൾറെഡി ഓപ്പൺ ചെയ്ത് വെച്ചേക്കുമായിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളിതൊന്ന് ജസ്റ്റ് റിഫ്രഷ് ചെയ്ത് കഴിയുമ്പോൾ ആ ഫോൾഡർ കാണിക്കും. എന്നിട്ട് FBX എടുത്തിട്ട് ലോഡ് കൊടുക്കുക. അപ്പോൾ ഈ സംഭവം ഓൾറെഡി വലുതായിരിക്കും. അപ്പോൾ നമ്മൾ ലോഡ് സ്കെയിൽ ഒരു 0.001 കൊടുത്തു കഴിഞ്ഞാൽ ഇത് സെറ്റായി പോകും. ഓക്കെ,
ഓക്കെ, അപ്പോൾ ഈ വാല്യൂ ആണ് അതിനായിട്ട് വരുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാം റൊട്ടേഷൻ ഇതിൻ്റെ കറക്റ്റ് അല്ല. അപ്പോൾ നമ്മൾ റൊട്ടേഷൻ കറക്റ്റ് ആക്കാനായിട്ട് ഇവിടെ എക്സ് 90 ബൈ 180 ഡിഗ്രിയും കൊടുത്തു കഴിഞ്ഞിട്ട് ഓക്കെ ലോഡ് ഒന്നും കൂടി കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി സെറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം തന്നെ ടയറൊക്കെ അസൈൻ ചെയ്യാം നമുക്ക്. അപ്പോൾ ടയറെല്ലാം സെലക്ട് ചെയ്യുക, എന്നിട്ട് ഈ പാർട്ട് ടൈപ്പ് എന്നുള്ളത് വീലിലേക്ക് കൊടുക്കുക. അങ്ങനെ എല്ലാ വീലും ചെയ്യുക. അപ്പോൾ എല്ലാ വീലും ഞാൻ സെറ്റ് ചെയ്തേക്കുന്നത്. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊളൈഡർ കൊടുക്കണം. കൊളൈഡർ ഫിസിക്സ് ആയിട്ട് കൊടുത്താൽ മാത്രമാണ് ഇതൊക്കെ എഫക്റ്റ് ചെയ്യുള്ളൂ, ഈ വീൽ എഫക്റ്റ് ആവുള്ളൂ. അപ്പോൾ കൊളൈഡർ സെലക്ട് ചെയ്തിട്ട് ഈ പാർട്ട് ടൈപ്പിൻ്റെ അത് കൊളൈഡർ കൊടുക്കുക. എന്നിട്ട് LOD ടൈപ്പ് എന്നുള്ളതിൻ്റെ അത് ഓൾവേസ് ഹിഡൻ കൊടുക്കുക. അതായത് നമ്മൾ ഫിസിക്സിൻ്റെ കാര്യങ്ങളൊന്നും കാണേണ്ടതായിട്ടില്ല നമുക്ക്, അതൊക്കെ ഗെയിമിൻ്റെ തന്നെ കൈകാര്യം ചെയ്യും. അപ്പോൾ അത് ഓക്കെ ആയിക്കൊണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണാം വീലൊക്കെ എടുത്തേക്കുന്നത്. ഇനി ഇതിൻ്റെ റേഡിയസ് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റ് ആക്കുക. എന്നിട്ട് ഈ അപ്ലൈ ടു ഓൾ വീൽസ് കൊടുക്കുക. അപ്പോൾ ഈ അപ്ലൈ ടു ഓൾ വീൽസ് കൊടുത്ത് കഴിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് അപ്ലൈ ടു ഓൾ വീൽസ് കൊടുത്താൽ കൂടി നമ്മൾ ഇപ്പോൾ സെലക്ട് ചെയ്തേക്കുന്ന ടയറിൻ്റെ അകത്ത് പല കാര്യങ്ങളും എടുത്തില്ല എന്ന് വരും. അപ്പോൾ നമ്മളത് വേറെ ഏതെങ്കിലും ഒരു വീലും കൂടി സെലക്ട് ചെയ്തിട്ട് അപ്ലൈ ടു ഓൾ വീൽസ് ഒന്നും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് എല്ലാ വീലിലേക്കും കോമൺ ആയിട്ട് തന്നെ ആയിക്കോളും. അങ്ങനെ അതായത് ഒരു വീലിൽ സെറ്റ് ചെയ്തിട്ട് അപ്ലൈ കൊടുക്കുക എല്ലാ വീലിലേക്കും, എന്നിട്ട് വേറൊരു വീലും കൂടി സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് അപ്ലൈ ടു ഓൾ ഒന്നും കൂടി നമ്മൾ ക്ലിക്ക് ചെയ്യണം. അപ്പോഴാണ് എല്ലാ വീലും കറക്റ്റ് ആവുള്ളൂ. അത് അവരുടെ ഒരു ബഗ്ഗായിട്ട് നിൽക്കുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ വീലെടുത്തേക്കുണ്ട്. അപ്പോൾ സസ്പെൻഷൻ ഡിസ്റ്റൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ അതേകൊണ്ട് സെറ്റ് ചെയ്യുക. എന്നിട്ട് പുറകിലത്തെ ടയർ 2 ഡ്രൈവ് ആകുക. അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇപ്പോൾ ഫ്രണ്ട് വീൽ ഡ്രൈവ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് വീൽ ഡ്രൈവ് കൊടുക്കുക. സ്റ്റീർ ചെയ്യേണ്ട വീലിൻ്റെ അത് സ്റ്റീറിങ് ടിക്ക് ചെയ്യുക. 4 ടയറും ഹാൻഡ് ബ്രേക്കിന് എനേബിൾ ചെയ്തിടുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇതിൻ്റെ അത് വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ മേളിലേക്കുള്ള അതായത് ഗ്ലാസ് സെറ്റ് ചെയ്യുന്ന ഇൻറ്റീരിയർ കാര്യങ്ങളുടെയൊക്കെ കേസ് ഞാൻ അടുത്ത ട്യൂട്ടോറിയലിൻ്റെ അതായത് ഈ വീഡിയോയുടെ റേറ്റിംഗ് അനുസരിച്ച് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത ട്യൂട്ടോറിയലായിട്ട് ചെയ്യാം. അപ്പോൾ നമുക്കിതിപ്പോൾ ഓടിക്കാൻ പാകത്തിനായേക്കൊണ്ട് നിങ്ങൾക്ക് കാണാം. പിന്നെ ഫിസിക്സ് ഒന്നും ഞാൻ അധികം ട്യൂക്ക് ചെയ്യാനായിട്ട് നിൽക്കല്ല, അധികം ട്യൂൺ ചെയ്യാനായിട്ട് ഞാൻ നിൽക്കല്ല ഫിസിക്സ് ഒന്നും. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് എക്സ്പോർട്ട് ചെയ്യാം. അപ്പോൾ എക്സ്പോർട്ട് ചെയ്യാനായിട്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ ക്രിയേറ്റ് മോഡ് ഫയൽ കൊടുക്കുക. എന്നിട്ട് ചുമ്മാ ഒരു പേരടിച്ചേക്കുക. ഞാൻ ചുമ്മാ കോമൺ ആയിട്ട് അടിക്കുകയാണ് അപ്പോൾ നമുക്കിവിടെ പുതുതായിട്ട് ഈ ഫയൽ വന്നേക്കുണ്ടാവും. അത് ക്ലിക്ക് ചെയ്തിട്ട് ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ, ഓതർ അങ്ങനത്തെ കേസൊക്കെ കൊടുക്കുക. തംബ്നെയിൽ നിർബന്ധമൊന്നുമില്ല. എന്നിട്ട് ഈ സെലക്ട് ഫയലിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഈ മോഡൽ ഫയൽ അതായത് FBX സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മളിവിടെ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി പാക്ക് ചെയ്ത് പോകും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അത് ഇനി വരാൻ പോകുന്ന ട്യൂട്ടോറിയൽസ് എന്ന് പറയുമ്പോൾ ഹെവി മോഡലും ടെക്സ്റ്റേഴ്സൊക്കെ ഉപയോഗിക്കേണ്ട. അപ്പോൾ ഇച്ചിരി ടൈം എടുക്കുന്ന പ്രോസസ്സാണിത്. അതായത് നിസ്സാര ടൈം എടുക്കുകയുള്ളൂ, ജസ്റ്റ് 1 മിനിറ്റ് താഴെ, അതായത് ഒരു 10-30 സെക്കൻഡോളം മാത്രമാണ് ഈ പ്രോസസ്സിന് ടൈം എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ മോഡ് ഫയൽ സെറ്റ് ആയിക്കൊണ്ട് നമുക്കപ്പോൾ ഇനി ഇത് മൊബൈലിൻ്റെ അത് കയറ്റിയിട്ട് കളിച്ച് നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ മോഡ് ഫയൽ ഫോണിൻ്റെ അകത്തും സപ്പോർട്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ജസ്റ്റ് നമ്മൾ അതായത് പെട്ടെന്ന് തട്ടിക്കൂട്ടിയ ഒരു മോഡിൻ്റെ വർക്കിംഗ് പറയുന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ്. മോഡൽ എടുക്കുന്നു, ടയറൊക്കെ സെറ്റ് ചെയ്യുന്നു, കൊളൈഡർ സെറ്റ് ചെയ്യുന്നു. അപ്പോഴാണ് നമുക്ക് ബേസിക് ആയിട്ടൊരു മോഡിന് ആവശ്യമുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. അടുത്ത ട്യൂട്ടോറിയൽസൊക്കെ വന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകാനായിട്ട് ഒരുപാട് സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ തൊട്ട് ഞാൻ ടീം AKMCക്ക് വേണ്ടി ചെയ്ത് സ്വിഫ്റ്റ് മോഡായിട്ടായിരിക്കും വന്നത്. അപ്പോൾ ആ മോഡൽ എങ്ങനെയാണ് ഞാൻ ചെയ്ത ആ ലെവലിലേക്ക് ആക്കുക എന്നുള്ള കേസ് ഞാൻ പറയാം. ഓക്കെ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്.